എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. അതായത് ഓഗസ്റ്റ് 15-ാം തീയതി വൈകുന്നേരം 5 മണിയോടെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം അവസാനിക്കും. വിദ്യാർത്ഥികളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷനുകൾ നൽകേണ്ടത്. നഴ്സിംഗ് ഉൾപ്പെടെ MLT, അതുപോലെ തന്നെ BPT, അതുപോലെ തന്നെ BOT, ഇതുപോലെ BCVT, ഇതുപോലെ തന്നെ BASLP, ഇതുപോലെ വിവിധ കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗ് ആണ് കൂടുതൽ താല്പര്യം ഉള്ളതെങ്കിൽ നഴ്സിംഗ് ആദ്യഘട്ടത്തിൽ നൽകുക, അതിനുശേഷം മാത്രം ബാക്കിയുള്ള കോഴ്സുകൾ നൽകുക. അതായത് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ താല്പര്യമുള്ള കോളേജുകൾ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങളോട് പ്രയോറിറ്റി ബേസിൽ ഓപ്ഷനായിട്ട് കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളോട് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ നിങ്ങളിപ്പോൾ നഴ്സിംഗ് ആണ് പഠിക്കാൻ താല്പര്യം ഉള്ളത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത സമയത്ത് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ്, ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ MLTയും പഠിക്കാൻ താല്പര്യമുണ്ട്. നഴ്സിംഗ് കിട്ടിയാൽ കൂടുതൽ നല്ലതെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ആദ്യം കൊടുത്തിട്ടുള്ളത് 5-ാമത്തെ ഓപ്ഷൻ വരെ MLT കോഴ്സാണ് കൊടുത്തത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ MLT കോഴ്സിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. പിന്നീട് 6-ാമത്തെ ഓപ്ഷൻ മുതലാണ് നിങ്ങൾ നഴ്സിംഗിന് അപ്ലൈ ചെയ്തതെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 5-ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഏത് ഓപ്ഷൻ കിട്ടിയാലും പ്രോബ്ലം ഇല്ല. ജസ്റ്റ് അതൊരു ടെസ്റ്റിങ്ങിന് വേണ്ടി നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിക്ക് ആദ്യം കൊടുത്ത MLT കോഴ്സിൽ 5-ാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയത്. 5-ാമത്തേത് MLT, 6-ാമത്തേത് തൊട്ടിട്ടാണ് ബാക്കി നഴ്സിംഗ് ഉള്ളത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു 5-ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ബാക്കി എല്ലാ ഓപ്ഷനുകളും ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ആദ്യം മുൻഗണനാ ക്രമത്തിൽ നൽകണം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നഴ്സിംഗ് ആണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനുകളായിട്ട് നഴ്സിംഗ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ ഗവൺമെൻറ് കോളേജാണ് താല്പര്യമുള്ളതെങ്കിൽ ഗവൺമെൻറ് കോളേജ്, സെൽഫ് ഫിനാൻസ് ആണ് താല്പര്യമെങ്കിൽ സെൽഫ് ഫിനാൻസ്, അതുപോലെ നിങ്ങൾക്ക് സിമറ്റോ CPASO ആണ് താല്പര്യമുള്ളതെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതായത് നിങ്ങളുടെ താല്പര്യപ്രകാരം ഏതൊരു കോളേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷനുകളായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അത് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ, പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്ന കോളേജുകൾ, കോഴ്സുകൾ മുൻഗണനയിൽ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം ഈ ഒരു കാര്യമാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനു താഴെയുള്ള എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അതിന് മുകളിലുള്ള ഹയർ ഓപ്ഷനുകളെയാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഏത് സമയത്ത് വേണമെങ്കിലും നാളെ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്കുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനും ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും, അതുപോലെ തന്നെ പുതിയ കോളേജ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ പുതിയ കോഴ്സിലേക്ക് ഓപ്ഷൻ വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം ഏതൊരു കോളേജ് വേണമെങ്കിലും ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം ഏതൊരു കോളേജ് വേണമെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഓഗസ്റ്റ് 16-ാം തീയതിയാണ്. ഓഗസ്റ്റ് 16-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളായിട്ട് തന്നെ ചെക്ക് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്കിവിടെ സൈഡിലായിട്ടുള്ള 3 ലൈൻസ് കാണാം. അതിലുള്ള ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകാനുണ്ടാകും. അത് നൽകി വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളുടെ അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID, പാസ്വേഡ് എന്നിവ കൊടുക്കുക. സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഇതിവിടെ കാണുന്ന രീതിയിൽ 3 ലൈൻസ് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാം. എന്നാൽ നിങ്ങൾക്ക് ആ ലോഗിൻ ചെയ്ത ശേഷമുള്ള പേജിൽ കാണുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഈ ഒരു അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്തെങ്കിലും പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യണമെങ്കിലോ നൽകിയ ഓപ്ഷൻ എഡിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോളേജ് വേണമെങ്കിലും ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടിന് ശേഷം 18-ാം തീയതി രാവിലെ 10 മണി വരെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പുതിയ ഓപ്ഷൻ വേണമെങ്കിലും, അതുപോലെ ആ ഒരു ഘട്ടത്തിൽ ഇതൊരു ഓപ്ഷൻ നൽകാതെ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിലും ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് ട്രയൽ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ഏതൊരു ഓപ്ഷൻ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാനും അതുപോലെ പുതിയ ഓപ്ഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാനും
ചെയ്യാനും നിങ്ങൾ നൽകിയ ഓപ്ഷൻ്റെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം ഏതൊരു കോളേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ബാക്കി അലോട്ട്മെൻറ്റുകളുടെ ഷെഡ്യൂളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന ഓപ്ഷൻ്റെ താഴെയുള്ള മറ്റു ഓപ്ഷൻ ഡിലീറ്റ് ആയി പോകുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം, അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിനും അതുപോലെ നിങ്ങൾക്ക് ഒരു എഡിറ്റിംഗ് ഫെസിലിറ്റി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് ഈ ഒരു അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ ആദ്യമായിട്ട് മാത്രം, അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളുടെ ആദ്യ ഘട്ടത്തിൽ നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റാണ്. അതായത് സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത് കൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടണം എന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോളേജ് ഉണ്ടെങ്കിൽ ആ ഒരു കോളേജിൽ അപേക്ഷിച്ച ഓപ്ഷൻ നൽകിയുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് നോക്കിയിട്ട് അതിൽ ആർക്കാണ് മുൻഗണന അതനുസരിച്ചുകൊണ്ടാണ്, അതായത് ആർക്കാണ് ഇൻഡെക്സ് മാർക്ക് കൂടുതൽ അവർക്കാണ് ആ ഒരു സീറ്റ് അനുവദിക്കപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കോളേജിൽ ഇപ്പോൾ 50 സീറ്റ് ഉണ്ടെങ്കിൽ 50 സീറ്റിലേക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടത്തില്ല. അതിൽ ഏകദേശം ഒരു 25 ആ ഒരു റേഞ്ചിൽ മാത്രമാണ് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. നിങ്ങൾക്ക് നാളെ വൈകുന്നേരം വരെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. കോളേജുകൾ എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് അടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കോളേജുകളായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളുടെ താല്പര്യപ്രകാരമുള്ള പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് എല്ലാ കോളേജുകൾക്കും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. നിലവിൽ കേരളത്തിൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്ന പത്തനംതിട്ടയിലെ ആ ഒരു കോളേജിന് ഈ ഒരു INC അപ്രൂവൽ നിലവിൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഏതെങ്കിലും അപ്രൂവൽ കിട്ടാത്ത കോളേജ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് INCയുടെ വെബ്സൈറ്റുള്ള, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അപ്രൂവലുള്ള കോളേജുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്രൂവൽ കോളേജ് ലിസ്റ്റിൻ്റെ ആ ഒരു ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു അപ്രൂവ്ഡ് ലിസ്റ്റ്, കോളേജ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 16-ാം തീയതിയും അതിനുശേഷം ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനോ അതുപോലെ ഓപ്ഷന് മോഡിഫിക്കേഷൻ ചെയ്യാനോ അതുപോലെ തന്നെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 18-ാം തീയതി രാവിലെ 10 മണി വരെ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 19-ാം തീയതിയും അതിനുശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫീ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ പുതുതായിട്ട് ഓപ്ഷൻ നൽകേണ്ടതുണ്ടെങ്കിലോ നൽകിയുള്ള ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലോ റീഅറേഞ്ച് ചെയ്യണമെങ്കിലോ ഏതെങ്കിലും നൽകിയ ഓപ്ഷൻ മാറ്റണമെങ്കിലോ മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിലോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസിൻ്റെ ആ ഒരു ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 19-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ഫീ പേയ്മെൻറ്റും ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്ല ഫീ പേയ്മെൻറ്റും ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 20-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് ലഭ്യമാവുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 23,150 രൂപ, അതായത് കോഴ്സ് ഫീസ് മുഴുവനായിട്ടാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. അതുപോലെ തന്നെ അതിൽ SC ST OEC കാറ്റഗറിയിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ആകെ 1000 രൂപ മാത്രമാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റും അതുപോലെ തന്നെ ടോട്ടൽ ഫീ പേയ്മെൻറ്റുമായിട്ട് വരിക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റിൽ കിട്ടുകയാണെങ്കിൽ ഇതേ രീതിയിൽ 1000 രൂപ മാത്രമാണ് ടോട്ടലായിട്ടുള്ള ഫീസ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ടും വരുന്നത്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലെ മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിലും നിങ്ങൾക്ക് 1000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് വരും. എന്നാൽ അതായത് 1000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് വരിക ഉള്ളൂ എങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ ബാക്കി ഏകദേശം 1,12,000 രൂപ അടക്കേണ്ടതായിട്ട് വരും. അതിൽ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റാണ്. അത് നിങ്ങൾ 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 20-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ്
ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് LBS വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് കാണാൻ സാധിക്കും. അതിന് താഴെട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിങ്ക് കാണാൻ പറ്റുക. അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് മാത്രമാണ് ആ ഒരു രീതിയിൽ ലിങ്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് ആ ഒരു പൈസ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പേജിലുള്ള ചലാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചലാൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അടുത്തുള്ള ഫെഡറൽ ബാങ്ക് വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതിനുശേഷം ചലാൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ നൽകേണ്ടതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ അടച്ച ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.